കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തതിന് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ വിലക്ക് ലംഘിച്ച് ഹോസ്റ്റലിൽ കയറി. സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും SFI നേതാക്കൾ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറുടെ സംഘപരിവാർ പാദസേവയിലും KSU നേതാവിന് അനധികൃതമായി മാർക്ക് ദാനം ചെയ്ത നടപടിയിലും പ്രതിഷേധിച്ച് സമരം ചെയ്ത സർവകലാശാല ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സാദിഖ്, സംസ്ഥാന കമ്മിറ്റി അംഗം അനസ് ജോസഫ്, SFI ജില്ലാ കമ്മിറ്റി അംഗങ്ങളും AKRSA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായ AV ലിനീഷ്, മുനവ്വർ അലി, SFI യൂണിറ്റ് സെക്രട്ടറി ഹരിരാമൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അമൽ ഷാൻ, യൂണിറ്റ് സെക്രട്ടേറിയറ്റ് അംഗം ശിവഹരി, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ P. അനന്തു, നിഖിൽ റിയാസ് എന്നീ 9 വിദ്യാർത്ഥി നേതാക്കളെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ അടിയന്തരമായി ഹോസ്റ്റലുകൾ ഒഴിയണമെന്നും ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകണമെന്നുമാണ് VC അറിയിച്ചത്. എന്നാൽ വിലക്ക് ലംഘിച്ച് വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ കയറി. സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. SFI പ്രവർത്തകനാണ് എന്നുള്ളതിന്റെ പേരിൽ മാത്രം പകപോക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല എന്ന് മാത്രമല്ല, ഈ സർവകലാശാലയിലെ ഹോസ്റ്റലിൽ കൃത്യമായി അഡ്മിഷൻ ചെയ്ത് എൻറോൾ ചെയ്ത് കൃത്യമായി മെസ് ഫീ അടച്ച് ഹോസ്റ്റൽ ഫീ അടച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ഒരുക്കമല്ല. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾക്ക് സർവകലാശാല വേദിയാകാറുണ്ട്. എന്നാൽ SFI നേതാക്കളെ മാത്രം തെരഞ്ഞുപിടിച്ച് സസ്പെൻഡ് ചെയ്തു. പൂർവ്വകാല കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ നേതാവും സംഘപരിവാർ വിധേയനുമാണ് വൈസ് ചാൻസലർ. സസ്പെൻഷൻ പകപോക്കൽ നടപടിയാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. കൈരളി ന്യൂസ്, മലപ്പുറം.